ഞാനിവിടെ വന്നത് ഒന്നും നേടാനല്ല. അർഹതയില്ലാത്ത നേട്ടങ്ങളും എനിക്ക് വേണ്ട. പക്ഷേ നിന്റെ തകർച്ച, പൂർണ്ണമായ തകർച്ച, അത് ഞാൻ കാണും ലക്ഷ്മി. അതും കൂടെ കഴിഞ്ഞേ ഈ ചിന്നു ഇവിടുന്ന് പോവും. സാറിന്റെ അമ്മ എന്നെ പരസ്യമായിട്ട് അപമാനിക്കുമ്പോ വേറെ ഒരു പ്രതിമയെ പോലെ കേട്ടു നിൽക്കുമായിരുന്നോ? ഈ അവസ്ഥയില് ഞാനിവിടെ തുടരുന്നതില് എന്തർത്ഥമാ ഉള്ളത്? ഹോസ്റ്റലിലെ താമസം ഇതിനേക്കാൾ എത്രയോ ബെറ്ററാ. ഞാനിവിടുന്ന് പോവാ. ശരി, ഇവിടുന്ന് പോവാം. നീ പോയിട്ട് എന്റെ ഡ്രസ്സും കൂടെ പാക്ക് ചെയ്യ്. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവനാ ഞാൻ. നീ ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇവിടെ കയറി വന്നതിന്റെ പേരിൽ നീ ഇത്ര അപമാനിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാനും നിന്നോടൊപ്പം വരിക. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. എന്തത്? ഇവരെ ഒന്ന് വരട്ടാന്ന് വിചാരിച്ചപ്പോ ഇവനും എന്റെ കൂടെ ഇറങ്ങി വരാന്നാണല്ലോ പറയുന്നത്. ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇതിനകത്ത് കയറി പറ്റിയത് അങ്ങനെ അങ്ങ് വെറുതെ ഇറങ്ങിപ്പോവാനല്ലോ. സാറെന്തിനാ എന്നോടൊപ്പം വരുന്നേ? നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ജീവനാ. ഇപ്പൊ ഞാൻ എന്നോടൊപ്പം നിങ്ങളെ ഇറക്കിക്കൊണ്ടുപോയാൽ അവർക്ക് എന്നോടുള്ള പ്രതികാരം വീണ്ടും കൂടും. ഇപ്പൊ എന്നോട് കാണിക്കുന്ന വില പോലും പിന്നീട് ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി സാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറ് സങ്കടപ്പെട്ട് ജീവിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല. എനിക്കത് സഹിക്കാനും പറ്റില്ല. എന്തായാലും ഒറ്റപ്പെട്ട ജീവിതം ഞാൻ ശീലിച്ചു പോയവളാ. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും. എന്നെ ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എനിക്ക് എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റും? ഇങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നേ? നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയല്ല. എവിടെ കഴിഞ്ഞാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയാൻ വേണ്ടിയാ. ശരി, അമ്മ എങ്ങനെ സംസാരിച്ചു അതൊരു വലിയ തെറ്റ് തന്നെയാ. ഇനി അതുണ്ടാവാതെ നമുക്ക് നോക്കാം. ഏതായാലും നീ സമാധാനപ്പെട്. ഞാൻ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാ. നിന്റെ സങ്കടത്തിന് ന്യായമുണ്ട്. അത് സമ്മതിക്കാനുള്ള മനുഷ്യത്വം പോലും എനിക്കില്ലെന്നാണോ താൻ പറയുന്നേ? ഞാൻ എന്തായാലും അമ്മയോട് സംസാരിക്കാം. നീ കെട്ടും കെട്ടി ഇറങ്ങി പോരുന്നെങ്കിൽ നന്നായേനെ. ഈ വീട് രക്ഷപ്പെട്ടേനെ. അച്ഛനെയും അമ്മയും പറ്റിച്ചും ചതിച്ചും കളിച്ചതുപോലെ ഇവിടെയും കളിക്കാൻ പറ്റുമെന്ന് നീ കരുതിയെങ്കിൽ നീ ഒരു മണ്ടിയ. നിന്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല മോളെ. ഈ ലക്ഷ്മി ഒരു കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിജയ കൂടി കണ്ടിട്ട് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഈ കളിയിലും
അന്തിമ വിജയം ഈ ഐശ്വര്യലക്ഷ്മിക്ക് തന്നെ ആയിരിക്കും. അതായിരിക്കും ഐശ്വര്യലക്ഷ്മി ഇപ്പൊ കെട്ടും കെട്ടി പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നത്. ഞാൻ ഇറങ്ങിപ്പോവാനോ? നല്ല കഥ. ഞാൻ തയ്യാറാക്കിയ തിരക്കഥയിലെ വെറും ഒരു ചെറിയ ഡ്രാമ സീൻ മാത്രമേ നീ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഞാൻ പല കളികളും കളിക്കും. ആ കളികൾ വിജയിക്കുകയും ചെയ്യും. ഇതും അതുപോലൊരു കളിയാ. ഈ കളിയിലും ഞാൻ ജയിക്കും. എന്താ സംശയമുണ്ടോ? എനിക്ക് ഒരു സംശയവും ഇല്ല. ഈ കളിയിൽ നീ ജയിക്കും, ജയിക്കണം. കാരണം നീ ഇത്രയൊന്നും അനുഭവിച്ചാ പോരാ. നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചതിന്റെ 10 മടങ്ങ് നീയും അനുഭവിക്കണം. ഓരോന്നിനും നീ എണ്ണി എണ്ണി കണക്ക് പറയണം. ഇപ്പോഴത്തെ വിജയം നീ കാര്യമാക്കണ്ട. നീ പരാജയപ്പെടുന്ന ഒരു നാൾ വരും. അന്ന് ഇവിടുന്ന് അപമാനിക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നേ. അത് കാണാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ കാണും, സ്വപ്നം കാണും. ഞാൻ ഈ വീട്ടിൽ നിന്നും നാണം കെട്ട് ഇറങ്ങി പോകുന്നതായിട്ട് നീ സ്വപ്നം കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് കരഞ്ഞ് കണ്ണീരുമായിട്ട് ഇറങ്ങിപ്പോകുന്നത് നീ ആയിരിക്കും. എന്നെ തോൽപ്പിക്കാൻ നീ പാടുപെടുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നിന്നെ ഞാൻ ഒരു എതിരാളിയായിട്ട് കാണാത്തോണ്ടാ നീ ഇങ്ങനെ നെകളിച്ച് നടക്കുന്നത്. നിന്നെ ഞാൻ എതിരാളിയായിട്ട് കാണുന്ന നിമിഷം നീ തീരും. നിന്റെ അഹങ്കാരവും ഈ ആത്മവിശ്വാസവും എല്ലാം കത്തിച്ചാമ്പലാവും. ആരോടാ കളിക്കുന്നേ എന്ന ബോധ്യത്തോടെ കളിച്ച നിനക്ക് നല്ലത്. ഞാനിവിടെ വന്നത് ഒന്നും നേടാനല്ല. അർഹതയില്ലാത്ത നേട്ടങ്ങളും എനിക്ക് വേണ്ട. പക്ഷേ നിന്റെ തകർച്ച, പൂർണ്ണമായ തകർച്ച, അത് ഞാൻ കാണും ലക്ഷ്മി. അതും കൂടെ കഴിഞ്ഞേ ഈ ചിന്നു ഇവിടുന്ന് പോവും. വാ. ഞാൻ രാവിലെ അമ്മയോടൊരു കാര്യം സംസാരിക്കാൻ വന്നിരുന്നു. അപ്പൊ അമ്മയ്ക്ക് മൂടില്ല, രാത്രി സംസാരിക്കാന്നാ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും മൂഡ് ഓഫ് ഒക്കെ മാറിക്കാണും. പ്രിയപ്പെട്ട ഭാവി മരുമോളല്ലേ വന്നുപോയത്. അതെ, മാതാപിതാക്കളെ അനുസരിച്ച് അവര് പറയുന്നത് കേട്ടു നടക്കുന്ന മക്കൾ പ്രിയപ്പെട്ടവര് തന്നെയാ.